ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. PSC ഗെറ്റ് ജോബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി ഈ ചാനലിലേക്ക് വന്നിട്ട് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം DC പരീക്ഷ 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേത് കഴിഞ്ഞിട്ടുണ്ട്. ജൂലൈ 27 കഴിഞ്ഞു. അപ്പോൾ പറയാനുള്ളത് ഇനി എഴുതാനുള്ള ആൾക്കാരുടെ കാര്യമാണ്. ഇനി അടുത്ത് വരുന്നത് കൊല്ലം, കണ്ണൂരാണ്. ഓഗസ്റ്റ് 17 അവരുടെ എക്സാം വരുന്നത്. ഇന്ന് തുടങ്ങി 20 ദിവസം. അപ്പോൾ ഈ 20 ദിവസം പഠിക്കാനായിട്ട് കിട്ടില്ല. ഒരു 18 ദിവസം അല്ലെങ്കിൽ ഒരു 19 ദിവസം ആക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എന്ത് ചെയ്യണം എന്നതാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയുള്ള ജില്ലകളിൽ എഴുതുന്നവർ നിർബന്ധമായിട്ടും കാണുക. അതുമാത്രമല്ല, അത് ചെയ്ത് നോക്കുകയും വേണം. ചെയ്ത് നോക്കുമ്പോൾ ടോപ്പിക്സുകൾ ശ്രദ്ധിച്ചുകൊള്ളുക. ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എക്സാം എഴുതാനായിട്ട് തന്നെ ഇരിക്കുക. ഒരു 1.5 മണിക്കൂർ എടുത്ത് ടൈം സെറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അതിനുശേഷം ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക. എത്ര മാർക്ക് കിട്ടുന്നു എന്നത് മനസ്സിലാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതുപോലൊരു നോട്ട്ബുക്കോ ഡയറിയോ എന്തെങ്കിലും അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ടോപ്പിക്ക് 1 by 1 ആയിട്ട് നോട്ട് ചെയ്ത് തന്നെ പോകണം. കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അടുത്ത ജില്ലയിലേക്കുള്ളവർക്ക്. അതായത് അടുത്ത് വരുന്നത് കൊല്ലം, കണ്ണൂർ ജില്ലക്കാർക്കാണ് അടുത്ത പരീക്ഷ. ഓഗസ്റ്റ് 17 അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ടോപ്പിക്ക് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഈ ടോപ്പിക്കുകളിലൂടെ ഒന്നുകൂടെ പോവുക. എന്തായാലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. പ്രിപ്പയർ ചെയ്തിട്ട് ഏകദേശമൊക്കെ പഠിച്ച് സെറ്റാക്കി വച്ചിരിക്കുന്നവരായിരിക്കാം എല്ലാവരും തന്നെ. അടുത്ത മാസത്തെ എക്സാം അല്ലേ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന തിരക്കിലാകും, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന തിരക്കിലാകും. എങ്കിൽ തന്നെയും ഈ ടോപ്പിക്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ആ ടോപ്പിക്സിലൂടെ ഒന്നുകൂടെ ഒന്ന് പോയി ഉറപ്പിക്കുക. തെറ്റുന്നത് പോയി ഉറപ്പിക്കുക തന്നെ വേണം. കാരണം ഇവിടെ തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ എന്ത് തോന്നും? സിമ്പിളാണെന്ന് തോന്നും. പക്ഷേ കാര്യങ്ങൾ അത്ര സിമ്പിളല്ല. സിമ്പിളായ പാർട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ആ ഭാഗത്തേക്ക് നമുക്ക് മാറ്റി നിർത്താം. ആ 30 മാർക്കിനെ അങ്ങ് മാറ്റി നിർത്താം. അവിടെ ഇത്തിരി സിമ്പിളായിരുന്നു. പക്ഷേ ബാക്കിയുള്ള 70 മാർക്ക് അത്ര സിമ്പിളല്ല. അവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ പഠിച്ച് വന്നിട്ടുള്ളവർക്ക്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പഠിച്ച് വന്നിട്ടുള്ളവർക്ക് അത്യാവശ്യം മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ എളുപ്പമുള്ള ഭാഗത്തു നിന്നും കൂടെയുള്ള മാർക്കും കൂടെ ആകുമ്പോൾ ഒരു നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാകും. അവിടെ 80+ഓ 75+ഓ ഒക്കെ വന്നിട്ടുണ്ടാകും. ഉറപ്പാണ്. തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാകും. ഉറപ്പാണ്. അപ്പോൾ അവരുടെ കാര്യമല്ല പറയുന്നത്. അത് ടോപ്പേഴ്സ് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. കാരണം അവർ ആ ഒരു ഓർഡറിൽ പഠിച്ചു വരും. ഇവിടെ നമുക്ക് പ്രശ്നം വരുന്നത് ഈ ആവറേജുകാരുടെ കാര്യത്തിലാണ് പ്രശ്നം വരുന്നത്. അവർക്കാണ് നമ്മുടെ കട്ട് ഓഫിനോടടുത്ത് അല്ലെങ്കിൽ കട്ട് ഓഫിൻ്റെ കഴിഞ്ഞിട്ട് 1-2 മാർക്ക് കൂടുതൽ അല്ലെങ്കിൽ ഒരു 3 മാർക്ക് കൂടുതൽ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവർക്കാണ് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ആവറേജുകാരെ ശ്രദ്ധിക്കുക. ഈ ടോപ്പിക്സുകൾ എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ആ ടോപ്പിക്സിൽ കിട്ടാതെ വരുന്നത് ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. നിർബന്ധമായിട്ടും ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക തന്നെ വേണം ഫ്രണ്ട്സ്. ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും കറണ്ട് അഫേഴ്സിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പ്രസൻ്റ് ആയിട്ടുള്ള ഹെഡ് ഓഫീസേഴ്സ്, അതായത് നമ്മുടെ കമ്മീഷൻസിൻ്റെ ഹെഡ്, അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഹെഡ് ഓഫീസേഴ്സ്, അതായത് ചെയർമാൻ, വൈസ് ചെയർമാൻ, അതുപോലെയുള്ള CEO, ഇങ്ങനെയുള്ളത് ഒക്കെ നോക്കി വയ്ക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാം നോക്കി വയ്ക്കുക. ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ കൂടുതലും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി വന്നിട്ടുണ്ട്. ആ ഹെഡ് ആൾക്കാരുടെ, അതായത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡ് ആൾക്കാരുടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ഒന്നുള്ളത്, ഇനി അടുത്ത് പഠിക്കുമ്പോൾ കൂടുതൽ അവാർഡ്സുകൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ് അവാർഡ്സുകൾ, സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ കറണ്ട് അഫേഴ്സിലാണ്. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ISROയുമായി ബന്ധപ്പെട്ട് വരുന്ന
കറണ്ട് അഫേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി വെക്കുക. അതോടൊപ്പം ഓസ്കാർ അവാർഡിൻ്റെ കാര്യം ചിലപ്പോൾ 2020, 2023, 2022 നോക്കി വെക്കുക. അതോടൊപ്പം ഫിലിം അവാർഡ്സുകൾ നോക്കി വെക്കുക, അത് മറക്കരുത്. പിന്നെ നമ്മുടെ വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, അതുപോലെ ONV അവാർഡ്, അതുപോലെ മാതൃഭൂമി അവാർഡ്, ഇങ്ങനെ തുടങ്ങുന്ന അവാർഡ്സുകളല്ലേ, ഇതൊക്കെ നോക്കി വെക്കുക. അതുപോലെ അത് മാത്രം പോരാ, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അവാർഡ്സുകളെല്ലാം നോക്കി വെക്കണം. അതുമാത്രമല്ല നമ്മുടെ ഈ ലിറ്റററി അവാർഡ്സുകൾക്ക് ഏത് കൃതിക്കാണ് അവർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് അത് ചിലപ്പോൾ എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതും കൂടെ ഓർത്ത് വയ്ക്കുക, നോക്കി പോകണം. അപ്പോൾ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ നിർബന്ധമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം, തിരുവനന്തപുരത്തെ ക്വസ്റ്റ്യൻ ബാക്കിയുള്ള ജില്ലക്കാർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് 1 മാർക്കോ 1-2 മാർക്കൊക്കെ ഈസി ആയിട്ട് നേടാൻ സാധിക്കും. റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ പരീക്ഷകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് ഈ പരീക്ഷയിൽ ചോദിക്കുന്നത് നെക്സ്റ്റ് പരീക്ഷയിൽ 1-2 ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരാറില്ലേ. അപ്പോൾ ഇതിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് കിട്ടും. 2 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് റാങ്ക് ലിസ്റ്റിൽ, അറിയാമല്ലോ എത്ര പേരുടെ മേളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ശരി ഉത്തരങ്ങൾ പഠിച്ചു വെക്കണം. ഇതിലുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയിട്ട് ശരി ഉത്തരങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഉള്ളത് മാത്സ് ഒക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 10 മാർക്ക് മേടിക്കാൻ പറ്റും, ഒരു ഡൗട്ടും വേണ്ട. 10 മാർക്കും കിട്ടുന്ന കാര്യമാണ് മാത്സ് ഒക്കെ. പിന്നെ ഉള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ കാര്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അവിടെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റായവ ഏത്, അതിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്. തെറ്റായവ ഏത്, ഉൾപ്പെടുന്നതേത്, ഉൾപ്പെടാത്തതേത്, ശരിയായതേത്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊള്ളുക. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ചിലപ്പോൾ നമ്മൾ തെറ്റായത് ചോദിക്കുമ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് അതിലുണ്ടാകും, അത് എടുത്തെഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ തെറ്റായിട്ടുള്ളതാണെങ്കിൽ ആ തെറ്റായിട്ടുള്ളത് നോട്ട് ചെയ്തതിന് ശേഷം അവിടെ ഇൻറ്റു മാർക്ക് കൊടുത്തിട്ട് ഓപ്ഷനിലേക്ക് നോക്കുക, എവിടെയാണ് ആ ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത്, അതിനനുസരിച്ച് ഓപ്ഷൻസ് ക്രമീകരിച്ച് ആൻസറിലേക്ക് എത്തുക. അങ്ങനെയാണ് വേണ്ടത്. ഇത്തിരി സമയമെടുക്കും, കാരണം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് സമയം നഷ്ടം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് 1 വേർഡ് ആയിട്ടുള്ള ഒറ്റ വാക്ക് ചോദ്യമല്ലേ ഒബ്ജക്റ്റീവ്, അത് ആദ്യം ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരിക. അതും ആദ്യം ചെയ്യുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതും ആദ്യം ചെയ്യുക. അത്രയും ചെയ്ത് ഒതുക്കി വെച്ചതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരിക. പിന്നെ വരുമ്പോൾ നമുക്ക് സമയം അനുസരിച്ച് നമുക്ക് അറിയാവുന്ന ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് മനസ്സിരുത്തി വായിച്ച് ഇതുപോലെ അനലൈസ് ചെയ്യുക. അതാണോ ഇതാണോ ശരി എന്നുള്ളത് നോട്ട് ചെയ്ത് ചെയ്യുക. തീർച്ചയായിട്ടും അത് തെറ്റായവ, ഉൾപ്പെടുന്നവ, ഉൾപ്പെടാത്തവ, ശരി ഏത്, ഇങ്ങനെയുള്ളതാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്തോണം. ചിലപ്പോൾ നമ്മൾ ശരിയായത് എഴുതും, ചോദ്യം തെറ്റായത് ഏതെന്നായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്, മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. ശ്രദ്ധിച്ചോണം. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ എങ്കിലും പറ്റിയിട്ടുണ്ടാവും, 2-3 മാർക്കെങ്കിലും പോയിട്ടുണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കട്ട് ഓഫിനെ കുറിച്ച് ആശങ്കയൊന്നും വേണ്ട, അത് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം വരുന്ന കാര്യമാണ്. എക്സാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കോൺഫിഡൻസോടുകൂടി പഠിക്കുക, എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, പരമാവധി മാർക്ക് നേടിയെടുക്കുക. പിന്നെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ ശ്രമിക്കുക. എത്ര ചെയ്താലും നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്, പക്ഷെ ഒരുപാട് നെഗറ്റീവ് വരുത്തരുത്. കുറച്ചൊക്കെ വന്നാൽ സഹിക്കാവുന്നേ ഉള്ളൂ. അത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആകുമ്പോൾ നെഗറ്റീവ് വരും, സ്വാഭാവികമാണ്. വരാതെ എഴുതാനും പറ്റുന്നവരുണ്ട്, പക്ഷേ സ്വാഭാവികമായും വന്നു പോകും. അത് ഒത്തിരി ഒന്നും വന്നേക്കരുത്, കുറച്ചൊക്കെ വരാൻ പാടുള്ളൂ, അതിൽ തെറ്റില്ല. പക്ഷേ ഒത്തിരി വരരുത്, അത് ശ്രദ്ധിച്ചോണം. പ്രാക്ടീസ് ചെയ്യേണ്ട. അതിന് വേണ്ടത് മോഡൽ ക്വസ്റ്റ്യൻസ് പരമാവധി കളക്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആകാം, അല്ലെങ്കിൽ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ അതൊക്കെ യൂസ്ഫുൾ ആകും. മലയാളം ആണെങ്കിലും യൂസ്ഫുൾ ആകും. അപ്പോൾ നമ്മുടെ GK ഒക്കെ എടുക്കാം കേട്ടോ. ചെറിയൊരു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. നമ്മുടെ ഓരോ മാർക്കും അല്ലെങ്കിൽ ഓരോ 0.33യും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് 1 മാർക്ക് എവിടെ നിന്ന് കിട്ടിയാലും അത്രയും നല്ലത്, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ അത് മോഡൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടുന്നതാകാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുള്ള ഈ തിരുവനന്തപുരം ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒന്ന് ആവർത്തിച്ച് കിട്ടിയാലും അതും ലക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജോലി വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് പറ്റത്തില്ല, ഈ ഫീൽഡ് വിട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഒരു അര മനസ്സോടുകൂടി പഠിക്കാനായിട്ട് നിൽക്കരുത്. ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത്, അതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്താലും വേറെ ഏതെങ്കിലും ജോലിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും സാരമില്ല, നമുക്ക് ഈ പഠിക്കുന്ന സമയത്തെങ്കിലും നന്നായിട്ട് പഠിച്ചെടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകണം. അതേസമയം ഇൻട്രസ്റ്റ് ഇല്ലാതെ പഠിച്ചെടുക്കുന്നത് അത്ര ഓർമ്മയിലിരിക്കില്ല, തീർച്ചയായിട്ടും ഓർമ്മയിലിരിക്കില്ല. അത് നമ്മുടെ മറ്റ് ജോലികൾക്കിടയിലൊക്കെ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് മാഞ്ഞു പോകും മനസ്സിൽ നിന്ന്.
പക്ഷെ ഇഷ്ടത്തോടെയാണ് പഠിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ്, തിരക്കുള്ളവരാണ് എന്നൊന്നും കരുതി വിഷമിക്കുകയൊന്നും വേണ്ട. പഠിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇനി വരുന്ന ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് തന്നെ പോവുക. താങ്ക് യു, ബൈ, ഓൾ ദി ബെസ്റ്റ്.